ഹായ് അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ചെപ്പീസ് കിച്ചൻ. ഇന്ന് ഞാനൊരു പിടിച്ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കക്കറോട്ട് റെഡിയാക്കുമ്പോൾ അതിൽ തേങ്ങയൊക്കെ ചേർക്കുന്നില്ല, തേങ്ങ അരച്ചിട്ടല്ലോ, പിന്നെ അരിയിലും തേങ്ങ ചേർക്കും, ഉള്ളി ജീരകം തേങ്ങയൊക്കെ ചേർക്കില്ല. പക്ഷേ ഇതിൽ അരിയിലും ചേർക്കുന്നില്ല, നമ്മൾ തേങ്ങ അരച്ചിട്ട് മസാലയിൽ അങ്ങനെയും ചേർക്കുന്നില്ല. ഇത് തീരെ തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ് ഈ പിടിച്ചിക്കൻ. അതിന് വേണ്ടി ഞാൻ 2 കപ്പ് പുഴുങ്ങലരി നല്ല ചൂടുവെള്ളത്തിൽ ഒരു 3-5 മണിക്കൂർ കുതിർത്തിയിട്ട് കഴുകി എടുത്തതാണിത്. ഇനി ഇതിലേക്ക് ഞാനിത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. മിക്സാക്കിയതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇത് അരച്ചെടുക്കുകയാണ്. ഞാനിതിൽ ആമീസ് പൊടി ചേർത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചായിട്ട് ഞാനിത് അരച്ചെടുക്കുകയാണ്. 2 ബാച്ചായിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ അരി ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇതിൽ മുങ്ങുന്ന നേരത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഞാനിത് അരച്ചെടുക്കുന്നുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആമീസ് പൊടി ഇട്ടിട്ട് ഇതൊന്ന് ടൈറ്റാക്കി എടുക്കുകയാണ്. കുറേയായി ഞാൻ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ ഇന്ന് വിചാരിച്ചു ഇനി മുതൽ അങ്ങോട്ട് വീഡിയോസെല്ലാം ഇടാമെന്ന്. അപ്പോൾ ഇത് ടൈറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ ഞാൻ ഒരു അപ്പച്ചമ്പിൽ നമ്മൾ പിടിക്കറി ഉണ്ടാക്കുന്നില്ലേ, അതുപോലെ പിടിയിടുകയാണ്. ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് പിടിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ തേച്ചു ഫുള്ളും ഞാൻ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും നമുക്ക് ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടി ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3 സവാള നേരിയതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി വേഗം വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കുക. ഇനി സവാള ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോഴിതാ സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സോഫ്റ്റായി വരുന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നിറയെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഇതിൻ്റെ ഒരു പച്ചച്ചോന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ആക്കുകയാണ്. അതിന് ശേഷം ഞാൻ 2 തക്കാളി, ഒരു 3 പച്ചമുളക് ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ല തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരണം. ഇനി നമുക്കൊന്ന് അടച്ച് വെക്കുക. അപ്പോഴേക്കും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരും. ഇതില്ലേ, തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുക്കണേ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാനിത് വഴന്ന് വന്നതിന് ശേഷം ഞാൻ സ്പൂൺ കൊണ്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ മുളക് പൊടി തീരെ ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക. പൊടികൾ ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക.
2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പൊടികളൊക്കെ പച്ച ചുവന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് ഞാനിത് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കിലോ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം ചെറുതല്ല, നമ്മൾ കറിയിലേക്ക് ഇടുന്ന അത്ര വലുപ്പത്തിൽ കഷ്ണമാക്കി എടുക്കുക. എന്നിട്ടിതാ ചിക്കൻ ഫുള്ളും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു പിങ്ക് കളറൊക്കെ മാറിയിട്ട് ഒരു വൈറ്റ് കളറായി മാറുന്നത് വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പിങ്ക് കളറൊക്കെ മാറി ഒരു വൈറ്റ് കളറ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചൂടുള്ള വെള്ളം ഉണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് പച്ചവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഗ്രേവിയോടെയാണ് ഈ കറി വേണ്ടത്, എന്നാലാണ് നമ്മുടെ പിടിച്ചിക്കൻ നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ച് ഗ്രേവി വേണം. അപ്പോൾ ഇത് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഞാനൊരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോഴേക്കും പിടിയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നിട്ടത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ചിക്കൻ ഒന്ന് റെഡിയായി നോക്കുകയാണ്. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. തുറക്കുമ്പോൾ തന്നെ ഈ ചിക്കൻക്ക് നല്ലൊരു ടേസ്റ്റും ഉണ്ട്. നമ്മൾ മുളക് പൊടി തീരെ ചേർത്തിട്ടില്ല, ചുവന്ന മുളക് പൊടി. ചിക്കൻ നന്നായിട്ട് വെന്ത് കറിയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമ്മൾ പിടിച്ചിക്കൻ റെഡിയാക്കി എടുക്കണ്ടേ. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇതാ 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മതിയേ, 1 ടീസ്പൂണൊന്നും വേണ്ട, 1/2 ടീസ്പൂൺ ഉലുവ ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. ഉലുവ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഈ ഉണ്ടാക്കി വെച്ച ചിക്കൻ കറി ഉണ്ടല്ലോ, അത് ഫുള്ളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഇതാ കുറച്ച് കറിവേപ്പില ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ചേർത്തതിന് ശേഷമാണ് ഞാൻ ഈ ചിക്കൻ കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ചിക്കൻ കറിയെല്ലാം ഫുള്ളും ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇതാ റെഡിയാക്കി വെച്ച പിടി ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ, വെറുതെ പറയുന്നതില്ല. ഒരിക്കലെങ്കിലും ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ കക്കറോട്ടിൻ്റെ ടേസ്റ്റേ അല്ല ഇതിന്, നമ്മൾ ഒരു പാസ്ത എല്ലാം ഉണ്ടാക്കുന്നില്ലേ, അതിൻ്റെ എല്ലാം ഒരു ടേസ്റ്റാണ് ഇതിന് ഉണ്ടാവുക. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇനി ഇതാ മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാനിതാ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കുക. കിടിലൻ ടേസ്റ്റാണ്. ഇവിടെ കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി. അപ്പോൾ എൻ്റെ പിടിച്ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാ ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് വിളമ്പുകയാണ്. നല്ലൊരു സ്മെല്ലും ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. കുറേ ദിവസത്തിലിടക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചില കാരണങ്ങളാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാതെ ആയിപ്പോയതാണ്. വീട് പണി ഇങ്ങനെ കുറച്ചായിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.